ഹലോ, വെൽക്കം ബാക്ക് ടു എ ആൻഡ് എ ക്രിയേഷൻസ്. ഈ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത് നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ഉടുപ്പിലും കുട്ടികളുടെ ഉടുപ്പിലും പട്ടുപാവാടയുടെ ബ്ലൗസിലൊക്കെ ബാക്കിലൊക്കെ വെക്കുന്ന ബോ ആണ്. ഈ ഒരു മോഡൽ ബോയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വന്നിട്ട് 11 ഇഞ്ചാണ് വരുന്നത്. അതേപോലെ വീതി വന്നിട്ട് 16 ഇഞ്ചാണ് വരുന്നത്. ഇനി ഇതൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കുക. നമുക്കതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റ് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല വശമായിരിക്കണം കേട്ടോ അടിയിൽ വരേണ്ടത്. ഇത് നല്ല വശത്തേക്കാണ് നമ്മളിങ്ങനെ മടക്കുന്നത്. ഇത് എന്നിട്ട് സെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു മടക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ വശത്തൊന്നും ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു മടക്കം കൂടി കൊടുത്തിട്ട് ഈ അറ്റത്തും ഈ രണ്ട് മറുവശത്ത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഓരോ പിന്ന് വെച്ച് കുത്തി കൊടുക്കാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ വേണം കേട്ടോ മടക്കാൻ. ഒരു പീസിൻ്റെ മുകളിൽ അടുത്ത പീസ് കയറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ മടക്കിയിട്ട് പിന്ന് കുത്തി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സാധാരണ അപ്പുറം മറിച്ചെടുക്കില്ല, അങ്ങനെ അപ്പുറം മറിച്ചെടുക്കുക. അതിൻ്റെ ആ എഡ്ജസ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പിൽ കിട്ടും ഫാബ്രിക്. കണ്ടില്ല, അവിടെ സെൻറ്ററിൽ അവിടെ ഒഴിവായിരിക്കും, അതിങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇങ്ങനെ അപ്പുറവും ഇപ്പുറമായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഈ രീതിക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഓരോ മടക്കായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ടിങ്ങനെ ഒരു ബോ മോഡലാക്കി എങ്ങനെ ഇടും. ഇനി നമുക്ക് അവിടെ ഒന്ന് സൂചി നൂലും വെച്ചിട്ട് തുന്നി കൊടുക്കാം. അപ്പോൾ ഞാൻ തുന്നി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ടെയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 7 ഇഞ്ച് നീളവും 17 ഇഞ്ച് വീതിയുള്ള മറ്റൊരു പീസും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ടത് വീണ്ടും ഒന്നും കൂടി മടക്കി കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എഡ്ജിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു ട്രയാങ്കിൾ മാതിരി ഇങ്ങനെ ഒരു വര വരച്ച് കൊടുക്കുക സ്കെയിൽ വെച്ചിട്ട്. എന്നിട്ട് ആ പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഞാൻ ഈ ചോക്ക് വെച്ച് വരച്ച് കാണിക്കുന്നില്ലേ, ഈ ഭാഗം, അതായത് ഇത്രയും ഭാഗം ഇവിടെ വരെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ആ എഡ്ജസ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കുക. ഞാനിത് ഇങ്ങനെ തിരിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് സെൻറ്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒരു മടക്ക് മടക്കുക, പിന്നെയും തിരിച്ച് മടക്കുക, അങ്ങനെ 3 മടക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 ഫോൾഡ് ചെയ്തതിന് ശേഷം അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ തുന്നി കൊടുക്കുക. ഇനി ഈ ബോയുമായിട്ട് ഇങ്ങനെ ചേർത്ത് ഒന്നും കൂടി തുന്നി കൊടുക്കാം. ഞാനിതിങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കവിടെ സെൻറ്ററിലൊരു പീസ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടി 2 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ചെറിയൊരു പീസ്. എന്നിട്ട് അതിങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കിയതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുത്താൽ നന്നാവും. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഉള്ളോട്ടേക്കാക്കി ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.